നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സമ്പൂർണ്ണ നാശത്തിൽ നിന്ന് ഒരു ലോകശക്തിയായി മാറിയ ഒരു രാജ്യത്തിന്റെ അവിശ്വസനീയമായ കഥയാണ്. ചാരത്തിൽ നിന്ന് പറന്നുയർന്ന ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ലോകത്തെ തന്നെ അതിശയിപ്പിച്ച ജപ്പാന്റെ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് തന്നെ ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോൽവി കൺമുന്നിൽ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറാവാതിരുന്നത്? ഒരു ജനത മുഴുവൻ തോൽവിയേക്കാൾ നല്ലത് മരണമാണെന്ന് തീരുമാനിക്കാൻ മാത്രം അവരെ പ്രേരിപ്പിച്ച ആ ഒരു ശക്തി എന്തായിരിക്കും? നമുക്ക് നോക്കാം. ഒന്നാം ഭാഗം, തോൽക്കാത്ത പോരാളി. എന്തായിരുന്നു ജപ്പാന്റെ ആ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യത്തിനു പിന്നിലെ കാരണങ്ങൾ? നമുക്കതിലേക്ക് കടക്കാം. ഇതിന്റെയെല്ലാം അടിസ്ഥാനം ബുഷിഡോ എന്ന് പറയുന്ന ഒരു കോഡാണ്. സമുറായ് പോരാളികളുടെ ഒരു പുരാതന ധർമ്മശാസ്ത്രം. അതിന്റെ കാതൽ വളരെ ലളിതമാണ്. ജീവനേക്കാൾ വലുതാണ് അഭിമാനം. ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം ശത്രുവിന് മുന്നിൽ കീഴടങ്ങുന്നതിനേക്കാൾ വലിയൊരു നാണക്കേട് വേറെയില്ല. ഈയൊരു ചിന്താഗതി പട്ടാളക്കാരിൽ മാത്രം ഒതുങ്ങിയില്ല കേട്ടോ. സാധാരണ ജനങ്ങളുടെ ഇടയിലേക്കും അത് ആഴത്തിൽ വേരിറങ്ങി. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ മാത്രം അപമാനമല്ല, രാജ്യത്തിന്റെ ഒന്നടങ്കം അപമാനമായാണ് അവർ കണ്ടിരുന്നത്. അപ്പോൾ ഈ കീഴടങ്ങാനുള്ള വിസമ്മതത്തിന് പിന്നിൽ പ്രധാനമായും 3 ഘടകങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, നമ്മളിപ്പോൾ പറഞ്ഞ ബുഷിഡോ കോഡ്. 2, ചക്രവർത്തിയോടുള്ള ഒരു ദൈവികമായ ആരാധന. പിന്നെ മൂന്നാമത്തേത് ലോകത്തെ ഞെട്ടിച്ച കാമികസെ ആക്രമണങ്ങൾ. ഇതിലെ ആദ്യത്തെ 2 കാരണങ്ങളാണ് ശരിക്കും കാമികസയിലേക്ക് നയിച്ചത്. രണ്ടാമത്തെ കാരണം ചക്രവർത്തിയോടുള്ള ഈയൊരു ഭക്തിയായിരുന്നു. അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഹിരോഹിത്തോയെ അവർ കണ്ടിരുന്നത് വെറുമൊരു ഭരണാധികാരിയായിട്ടല്ല, മറിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ദൈവമായിട്ടാണ്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിനു വേണ്ടി മരിക്കുന്നത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ഈ വിശ്വാസത്തിന്റെ ഏറ്റവും ഭീകരമായ പ്രകടനം എന്തായിരുന്നു എന്നറിയാമോ? അതാണ് കമികാസെ പൈലറ്റുമാർ. സ്ഫോടക വസ്തുക്കൾ നിറച്ച വിമാനങ്ങളുമായി അവർ നേരെ ശത്രുക്കളുടെ കപ്പലുകളിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. ഏകദേശം 3800-ലധികം പൈലറ്റുമാരാണ് ചക്രവർത്തിക്ക് വേണ്ടി ഇങ്ങനെ ജീവൻ ബലിയർപ്പിച്ചത്. ഭാഗം 2, ചാരത്തിലെ ദുരന്തം. ഈ അടങ്ങാത്ത പോരാട്ടവീര്യത്തിന്റെ ഫലം എന്ന് പറയുന്നത് സമാനതകളില്ലാത്തൊരു ദുരന്തം തന്നെയായിരുന്നു. ആ ദുരന്തത്തെ അതിജീവിച്ചവരെ ജപ്പാനിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഹിബാകുഷ. സ്ഫോടനത്തെ അതിജീവിച്ചവർ എന്നാണ് ആ വാക്കിനർത്ഥം. പക്ഷേ അവരുടെ ജീവിതം പിന്നീടൊരിക്കലും പഴയതുപോലെയായിരുന്നില്ല. ഭാഗം 3, അതിജീവിച്ചവരുടെ കഥ. ഇത് വർഷങ്ങളോളം അവരെ വേട്ടയാടിയ വേദനയുടെയും സഹനത്തിന്റെയും കഥയാണ്. അവരുടെ ദുരിതങ്ങൾക്ക് പല മുഖങ്ങളുണ്ടായിരുന്നു. ആദ്യം കറുത്ത മഴയുടെ രൂപത്തിൽ റേഡിയോ ആക്റ്റീവ് ചാരം ആകാശത്തുനിന്ന് പെയ്തിറങ്ങി. ആ വെള്ളം കുടിച്ചവരൊക്കെ രോഗികളായി. പിന്നാലെ വന്നു റേഡിയേഷൻ രോഗങ്ങൾ, മുടികൊഴിച്ചിൽ, ആന്തരിക രക്തസ്രാവം, അങ്ങനെ പലതും. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത തലമുറയിൽ രക്താർബുദവും പലതരം ജനിതക വൈകല്യങ്ങളും വ്യാപകമായി. ഇതിനെല്ലാം അപ്പുറം സമൂഹം അവരെ ഒറ്റപ്പെടുത്തി. ഒരു പകർച്ചവ്യാധി പോലെ എല്ലാവരും അവരെ ഭയന്നു. ഈ ദുരന്തത്തിന്റെ ഒരു പ്രതീകമായി മാറിയൊരു കുട്ടിയുണ്ട്, സഡാക്കോ സസാക്കി. ബോംബ് വീഴുമ്പോൾ വെറും 2 വയസ്സായിരുന്നു അവൾക്ക്. 10ാം വയസ്സിൽ അവൾക്ക് രക്താർബുദം പിടിപെട്ടു. 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയാൽ അസുഖം മാറുമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അത് വിശ്വസിച്ച് അവൾ കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ അത് പൂർത്തിയാക്കുന്നതിനു മുമ്പ് അവൾ മരിച്ചു. എങ്കിലും സഡാക്കോയുടെ ആ കൊക്കുകൾ ഇന്ന് ലോകമെമ്പാടും സമാധാനത്തിന്റെ ഒരു വലിയ പ്രതീകമാണ്. ഭാഗം 4, സാമ്പത്തിക അത്ഭുതം. അതെ, ഈ ചാരത്തിൽ നിന്നാണ് ജപ്പാൻ എന്ന ലോകശക്തിയുടെ ഉദയം. ജപ്പാന്റെ വളർച്ചയുടെ വേഗത ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമായിരുന്നു. 1950കളായപ്പോഴേക്കും മെയ്ഡ് ഇൻ ജപ്പാൻ എന്നത് ലോകം മുഴുവൻ അറിയുന്ന ഒരു ക്വാളിറ്റി ബ്രാൻഡായി മാറി. 1964-ൽ അവർ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവന്ന് ലോകത്തെ വീണ്ടും ഞെട്ടിച്ചു. ഒന്ന് ഓർത്തു നോക്കൂ, വെറും 2 ദശാബ്ദങ്ങൾക്കുള്ളിൽ 80കളായപ്പോഴേക്കും ജപ്പാൻ ലോകത്തിലെ 2ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോ എന്തായിരുന്നു ഈ അത്ഭുതത്തിന് പിന്നിലെ ആ രഹസ്യക്കൂട്ട്? ഒന്നാമതായി, അവർ സമാധാനത്തിന്റെ ഒരു പുതിയ വഴി തിരഞ്ഞെടുത്തു. സൈന്യത്തിനു വേണ്ടി ചിലവഴിക്കേണ്ടിയിരുന്ന പണം മുഴുവൻ വ്യവസായത്തിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും തിരിച്ചുവിട്ടു. അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തിക സഹായവും ഗുണമേന്മയിലും പുതിയ സാങ്കേതിക വിദ്യകളിലുമുള്ള അവരുടെ ശ്രദ്ധയും സോണി, ടൊയോട്ട പോലുള്ള ലോകോത്തര ബ്രാൻഡുകൾക്ക് ജന്മം നൽകി. ഭാഗം 5, ഉയിർത്തെഴുന്നേൽപ്പിന്റെ പാഠം. ഈ അത്ഭുതകരമായ തിരിച്ചുവരവിന് പിന്നിലെ യഥാർത്ഥ ശക്തി എന്തായിരുന്നു? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ജപ്പാനെ മുന്നോട്ട് നയിച്ചത് യുദ്ധകാലത്ത് അവരെ നയിച്ച അതേ നിശ്ചയദാർഢ്യം തന്നെയായിരുന്നു. ആ ഒരേ മനോഭാവത്തിന് 2 മുഖങ്ങൾ വന്നു, അത്രമാത്രം. യുദ്ധത്തിലെ ആ ബുഷിഡോ സ്പിരിറ്റ് സമാധാനകാലത്ത് ലോകോത്തര തൊഴിൽ സംസ്കാരമായി മാറി. കാമികാസെ പൈലറ്റുമാരുടെ ആ ത്യാഗം കോർപ്പറേറ്റ് അച്ചടക്കമായി.
അടങ്ങാത്ത പോരാളികൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന എഞ്ചിനീയർമാരായി മാറി. ഒരു ജാപ്പനീസ് പഴഞ്ചൊല്ലുണ്ട്. അതവരുടെ ചരിത്രത്തെ ഒറ്റ വാക്യത്തിൽ പറഞ്ഞുതരും: 7 തവണ വീണാലും 8ാം തവണ എഴുന്നേൽക്കുക. ഇതുതന്നെയാണ് അവരുടെ അതിജീവനത്തിന്റെ കഥയും. അപ്പോ സമ്പൂർണമായ ഒരു തകർച്ചയിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്കുയർന്നുവന്ന ജപ്പാന്റെ ഈ കഥ മനുഷ്യന്റെ ഇച്ഛാശക്തിയെക്കുറിച്ച് നമ്മളോട് എന്താണ് പറഞ്ഞു തരുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമ്മൾ ഈ വിവരണം ഇവിടെ നിർത്തുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ.